വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള തൊഴിൽ വാർത്തയിലെ കറണ്ട് അഫെയർസ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. ഈ ക്ലാസ്സിനെ ബേസ് ചെയ്ത് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ 2 ചോദ്യങ്ങൾ ഉണ്ടായിരിക്കും. ആ 2 ചോദ്യങ്ങൾക്ക് ഈ ക്ലാസ് മുഴുവനും കണ്ട് പഠിച്ച ശേഷം എല്ലാവരും കറക്റ്റായിട്ടുള്ള ഉത്തരം കമൻറ്റ് ചെയ്യുക. എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ. സ്പാനിഷ് സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ബാഴ്സലോണ. സ്പാനിഷ് സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ബാഴ്സലോണ. സപ്ലൈകോയുടെ കേരളത്തിലെ ആദ്യത്തെ സിഗ്നേച്ചർ മാർട്ട് നിലവിൽ വന്നത് തലശ്ശേരി കണ്ണൂർ. സപ്ലൈകോയുടെ കേരളത്തിലെ ആദ്യത്തെ സിഗ്നേച്ചർ മാർട്ട് നിലവിൽ വന്നത് തലശ്ശേരി കണ്ണൂർ. നാഷണൽ ഒളിമ്പിക് അക്കാദമിയുടെ ഡയറക്ടറായി നിയമിതനായത് ഗഗൻ നരംഗ്. നാഷണൽ ഒളിമ്പിക് അക്കാദമിയുടെ ഡയറക്ടറായി നിയമിതനായത് ഗഗൻ നാരംഗ്. ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ആർമി ഓഫീസർ മേജർ സ്വാതി ശാന്തകുമാർ. ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ആർമി ഓഫീസർ മേജർ സ്വാതി ശാന്തകുമാർ. ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസ് ജേതാക്കൾ കർണാടക. ഖേലോ ഇന്ത്യ ബീച്ച് ഗെയിംസ് ജേതാക്കൾ കർണാടക. സെമി കണ്ടക്ടർ വിതരണ ശൃംഖല ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്കയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പുതിയ സംരംഭം പാകസ്. സെമി കണ്ടക്ടർ വിതരണ ശൃംഖല ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ അമേരിക്കയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പുതിയ സംരംഭം പാകസ്. ഐ ലീഗ് ഫുട്ബോളിന്റെ പുതിയ പേര് ഇന്ത്യൻ ഫുട്ബോൾ ലീഗ്. ഐ ലീഗ് ഫുട്ബോളിന്റെ പുതിയ പേര് ഇന്ത്യൻ ഫുട്ബോൾ ലീഗ്. സവിശേഷ സമഗ്ര നഗരനയം രൂപവൽക്കരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം കേരളം. സവിശേഷ സമഗ്ര നഗരനയം രൂപവൽക്കരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം കേരളം. 2026 കാർഷിക വർഷമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം മധ്യപ്രദേശ്. 2026 കാർഷിക വർഷമായി ആചരിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം മധ്യപ്രദേശ്. കേരള ശാസ്ത്ര പുരസ്കാരം ടെസ്സി തോമസിന്. കേരള ശാസ്ത്ര പുരസ്കാരം ടെസ്സി തോമസിന്. കേരള സർക്കാരിൻ്റെ 2024 ശാസ്ത്ര പുരസ്കാരം ഇന്ത്യയുടെ മിസൈൽ വനിത എന്നറിയപ്പെടുന്ന ഡോക്ടർ ടെസ്സി തോമസിന് സമ്മാനിച്ചു. പ്രതിരോധ ഗവേഷണ വികസന മേഖലയിലെ സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തത്. 2 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. ശാസ്ത്ര സാങ്കേതിക വകുപ്പും കേരള സംസ്ഥാന ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലും സംയുക്തമായാണ് പുരസ്കാരം നൽകുന്നത്. കേരള ശാസ്ത്ര പുരസ്കാരം ടെസ്സി തോമസിന്. കേരള സർക്കാരിൻ്റെ 2024 ശാസ്ത്ര പുരസ്കാരം ഇന്ത്യയുടെ മിസൈൽ വനിത എന്നറിയപ്പെടുന്ന ഡോക്ടർ ടെസ്സി തോമസിന് സമ്മാനിച്ചു. അപ്പോൾ ഇന്ത്യയുടെ മിസൈൽ വനിത എന്നറിയപ്പെടുന്നത് ടെസ്സി തോമസ് ആണ്. ടെസ്സി തോമസിനാണ് 2024 കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. വനിതാ പ്രീമിയർ ലീഗ് കിരീടം ബംഗളൂരുവിന്. 2026 വനിതാ പ്രീമിയർ ലീഗ് 2020 ക്രിക്കറ്റ് ലീഗിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ജേതാക്കളായി. ഫൈനലിൽ ഡൽഹി ക്യാപിറ്റൽസിനെ 6 വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് കിരീട നേട്ടം. ഇത് 2ാം തവണയാണ് ബംഗളൂരു കിരീടം നേടുന്നത്. 2024 ഇതിനു മുമ്പായി കിരീടം നേടിയത്. ടൂർണമെന്റിൽ ഏറ്റവും അധികം റൺസ് നേടിയത് ബംഗളൂരുവിൻ്റെ സ്മൃതി മന്ദനയാണ്. ഗുജറാത്തിന്റെ സോഫിയ ഡിവൈൻ കൂടുതൽ വിക്കറ്റ് നേടി. വനിതാ പ്രീമിയർ ലീഗ് കിരീടം ബംഗളൂരുവിനാണ്. 2026 വനിതാ പ്രീമിയർ ലീഗ് 2020 ക്രിക്കറ്റ് ലീഗിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ജേതാക്കളായി. ഫൈനലിൽ ഡൽഹി ക്യാപിറ്റൽസിനെ 6 വിക്കറ്റ് പരാജയപ്പെടുത്തിയാണ് കിരീട നേട്ടം. വിട. സ്കോട്ട് ആഡംസ്. അമേരിക്കൻ കാർട്ടൂണിസ്റ്റും ഡിൽബർട്ട് കോമിക് സ്ട്രിപ്പിന്റെ സൃഷ്ടാവുമായ സ്കോട്ട് ആഡംസ് അന്തരിച്ചു. കോർപ്പറേറ്റ് ഓഫീസ് സംസ്കാരത്തെയും വൈറ്റ് കോളർ തൊഴിലാളികളുടെയും ജീവിതങ്ങൾ ആക്ഷേപഹാസ്യങ്ങളിലൂടെ അവതരിപ്പിച്ചു. കോർപ്പറേറ്റ് തീരുമാനങ്ങളിൽ വലയുന്ന ഒരു എഞ്ചിനീയറുടെ ജീവിതകഥ പറയുന്ന ഡിൽബർട്ട് എന്ന സൃഷ്ടി 70-ലധികം രാജ്യങ്ങളിലെ 2000 പത്രങ്ങളിൽ പ്രസിദ്ധീകരിച്ചു. 1997 നാഷണൽ കാർട്ടൂണിസ്റ്റ് സൊസൈറ്റിയുടെ റൂബൻ അവാർഡ് ലഭിച്ചു.
അമേരിക്കൻ കാർട്ടൂണിസ്റ്റും ഡിൽബർട്ട് കോമിക് സ്ട്രിപ്പിൻ്റെ സ്രഷ്ടാവുമായ സ്കോട്ട് ആഡംസ് അന്തരിച്ചു. ഹെറാൾഡോ ടരാസെന. ലോകപ്രശസ്ത ചലച്ചിത്രമായ അപ്പോക്കലിറ്റോയിലൂടെ ആഗോള ശ്രദ്ധ നേടിയ മെക്സിക്കൻ നടൻ ഹെറാൾഡോ ടരാസെന അന്തരിച്ചു. 1990കളിലാണ് സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നത്. 2018-20 കാലത്ത് നെറ്റ്ഫ്ലിക്സിലൂടെ സംപ്രേഷണം ചെയ്ത നാർക്കോസ് മെക്സിക്കോ എന്ന പരമ്പരയിലെ പാബ്ലോ അക്കോസ്റ്റ എന്ന കഥാപാത്രവും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഹെറാൾഡ് ടരസെന അന്തരിച്ചു കേട്ടോ. ലോകപ്രശസ്ത ചലച്ചിത്രമായ അപ്പോക്കലിറ്റോയിലൂടെ ആഗോള ശ്രദ്ധ നേടിയ മെക്സിക്കൻ നടൻ ഹെറാൾഡോ ടരസെന അന്തരിച്ചു. വെനിസുലയിലെ അട്ടിമറിക്ക് പിന്നാലെ ഏത് ദ്വീപ് പിടിച്ചടക്കാനുള്ള നീക്കമാണ് US ആരംഭിച്ചിട്ടുള്ളത്? ഗ്രീൻലാൻഡ്. യൂറോപ്യൻ രാജ്യമായ ഡെൻമാർക്കിന്റെ അധീനതയിലുള്ള അർദ്ധ സ്വയംഭരണ പ്രദേശമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് കൂടിയായ ഗ്രീൻലാൻഡ്. ഭൂമിശാസ്ത്രപരമായി വടക്കേ അമേരിക്കൻ വൻകരയിലാണ് സ്ഥാനം. വിസ്തൃതി 22 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ജനസംഖ്യ 57,000. ന്യൂക്കാണ് തലസ്ഥാനം. US, യൂറോപ്പ്, റഷ്യ എന്നിവയ്ക്കിടയിലാണ് ദ്വീപിൻ്റെ സ്ഥാനം. അപ്പോൾ വെനിസുലയിലെ അട്ടിമറിക്ക് പിന്നാലെ ഏത് ദ്വീപ് പിടിച്ചടക്കാനുള്ള നീക്കമാണ് US ആരംഭിച്ചിട്ടുള്ളത്? ഗ്രീൻലാൻഡ്. ഗ്രീൻലാൻഡ് എന്ന് പറയുന്നത് എന്താണ്? ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപാണ് ഈ ഗ്രീൻലാൻഡ്. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപ് കൂടിയാണ് ഗ്രീൻലാൻഡ്. ഇപ്പോൾ യൂറോപ്യൻ രാജ്യമായ ഡെൻമാർക്കിൻ്റെ അധീനതയിലാണ് അർദ്ധ സ്വയംഭരണ പ്രദേശമായ ഗ്രീൻലാൻഡ് ഇപ്പോൾ നിലവിലുള്ളത്. യൂറോപ്യൻ രാജ്യമായ ഡെൻമാർക്കിൻ്റെ അധീനതയിലാണ് ഗ്രീൻലാൻഡ് ഉള്ളത്. അപ്പോൾ അത് പിടിച്ചടക്കാനാണ് ഇപ്പോൾ അമേരിക്ക US നോക്കുന്നത് കേട്ടോ. അപ്പം ഭൂമിശാസ്ത്രപരമായി വടക്കേ അമേരിക്കൻ വൻകരയിലാണ് ഈ ഗ്രീൻലാൻഡിൻ്റെ സ്ഥാനം. വിസ്തൃതി 22 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ജനസംഖ്യ 57,000. ന്യൂക്കാണ് തലസ്ഥാനം. സംസ്ഥാന സർക്കാരിൻ്റെ 2026 ഹരിവരാസനം പുരസ്കാരം നേടിയത് തിരുവിഴ ജയശങ്കർ. പ്രശസ്ത നാഗസ്വര വിദ്വാനാണ്. 1 ലക്ഷം രൂപയാണ് പുരസ്കാര തുക. സംസ്ഥാന സർക്കാരിൻ്റെ 2026 ഹരിവരാസനം പുരസ്കാരം നേടിയിരിക്കുന്നത് തിരുവിഴ ജയശങ്കർ ആണ്. പ്രശസ്ത നാഗസ്വര വിദ്വാനാണ് ഈ തിരുവിഴ ജയശങ്കർ കേട്ടോ. ഹരിവരാസനം പുരസ്കാരത്തിന് എന്താണ്? 1 ലക്ഷം രൂപയാണ് പുരസ്കാര തുക. അപ്പോൾ 2026 ഹരിവരാസന പുരസ്കാരം നേടിയിരിക്കുന്നത് തിരുവിഴ ജയശങ്കർ ആണ്. കേരള സംസ്ഥാന ചരിത്രത്തിൽ ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട് MLA സ്ഥാനം നഷ്ടപ്പെട്ട ആദ്യ വ്യക്തി ആന്റണി രാജു. കേരള സംസ്ഥാന ചരിത്രത്തിൽ ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട് MLA സ്ഥാനം നഷ്ടപ്പെട്ട ആദ്യ വ്യക്തിയാണ് ആന്റണി രാജു. തിരുവനന്തപുരം വെസ്റ്റ് മണ്ഡലത്തെയാണ് ആന്റണി രാജു പ്രതിനിധാനം ചെയ്തിരുന്നത്. മയക്കുമരുന്ന് കേസിലെ പ്രതിയായ വിദേശ പൗരനെ രക്ഷപ്പെടുത്താൻ തൊണ്ടിമുതലിൽ കൃത്രിമം കാട്ടിയെന്ന കേസിലാണ് രണ്ടാം പ്രതിയായ ഇദ്ദേഹത്തിന് 3 വർഷം തടവും 10,000 രൂപ പിഴയും വിധിച്ചത്. നെടുമങ്ങാട് മജിസ്ട്രേറ്റ് കോടതി വിധി പിന്നീട് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി അപ്പീൽ വിധി പറയും വരെ താൽക്കാലം മരവിപ്പിച്ചു. 1990 കേസിനാസ്പദമായ സംഭവം നടന്നത്. കേരള സംസ്ഥാന ചരിത്രത്തിൽ ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട് MLA സ്ഥാനം നഷ്ടപ്പെട്ട ആദ്യ വ്യക്തി ആരാണ്? ആന്റണി രാജു. ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ്. ഏത് രാജ്യത്തിൻ്റെ പ്രസിഡന്റായിരിക്കെയാണ് നിക്കോളാസ് മഡൂറോയെ US സൈന്യം പിടിച്ചുകൊണ്ടുപോയത്? വെനിസുലയുടെ. ഏത് രാജ്യത്തിൻ്റെ പ്രസിഡന്റായിരിക്കെയാണ് നിക്കോളാസ് മഡൂറോയെ US സൈന്യം പിടിച്ചുകൊണ്ടുപോയത്? വെനിസുലയുടെ. 2026 ജനുവരി 3 വെനിസുലയിൽ അതിക്രമിച്ചു കയറി പ്രസിഡന്റിനെയും ഭാര്യയെയും US സൈന്യം പിടിച്ചുകൊണ്ടുപോയത്. വെനിസുലയിൽ നിന്നുള്ള ലഹരി സംഘങ്ങൾ US മയക്കുമരുന്ന് കയറ്റി അയക്കുന്നതിന് മഡൂറോ ഒത്താശ ചെയ്യുന്നുവെന്നാരോപിച്ചാണ് മഡൂറോയെയും ഭാര്യ സിലിയ ഫ്ലോറസിനെയും പിടികൂടിയത്. ഇരുവരെയും യുദ്ധക്കപ്പലിൽ ന്യൂയോർക്കിൽ എത്തിച്ച് വിചാരണയ്ക്കായി ജയിലിൽ അടച്ചു. ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ് എന്ന ഈ സൈനിക നീക്കം നടത്തിയത് US സേനയുടെ ഭീകരവിരുദ്ധ ഭാഗമായ ഡെൽറ്റ ഫോഴ്സ് ആണ്. 1989 പാനമ ആക്രമണത്തിന് ശേഷം മറ്റൊരു ലാറ്റിൻ അമേരിക്കൻ രാജ്യത്ത് US നേരിട്ട് നടത്തിയ ആക്രമണം കൂടിയാണിത്. സോഷ്യലിസ്റ്റ് നേതാവ് ഹ്യൂഗോ ഷാവേസ് അന്തരിച്ചതിനെ തുടർന്നാണ് 2013 മഡൂറോ പ്രസിഡന്റായത്. മഡൂറോയുടെ അറസ്റ്റോടെ വൈസ് പ്രസിഡന്റായിരുന്ന
ഡെൽസി റോഡ്രിഗസിനെ രാജ്യത്തെ പരമോന്നത കോടതി ഇടക്കാല പ്രസിഡന്റായി നിയമിച്ചു. ഡെൽസിയെ മഡൂറോ കടുവ എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഏത് രാജ്യത്തിൻ്റെ പ്രസിഡന്റ് ആയിരിക്കുകയാണ് നിക്കോളാസ് മഡൂറോയെ US സൈന്യം പിടിച്ചുകൊണ്ടുപോയത്? വെനിസുലയുടെ. അപ്പോൾ ഇങ്ങനെ ഈ US സൈന്യം ഈ വെനിസുലൻ പ്രസിഡന്റായ മഡൂറോനെ US സൈന്യം പിടിച്ചുകൊണ്ടുപോയ ആ ഒരു സൈനിക നീക്കത്തിന് പറയുന്ന പേരാണ് ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ്. ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ് എന്താണ്? വെനിസുലയിലെ പ്രസിഡന്റായിരിക്കുന്ന മഡൂറോയെ US സൈന്യം പിടിച്ചുകൊണ്ടുപോയ ആ ഒരു സൈനിക നീക്കത്തിന് പറയുന്ന പേരാണ് ഓപ്പറേഷൻ അബ്സല്യൂട്ട് റിസോൾവ്. ഇപ്പം വെനിസുലയുടെ താൽക്കാലിക പ്രസിഡന്റ് എന്ന് പറയുന്നത് അവിടുത്തെ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഡെൽസി റോഡ്രിഗ. ഓക്കെ. ഡൽഹിയിൽ നടന്ന 2026 റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളം അവതരിപ്പിച്ച നിശ്ചല ദൃശ്യത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? 100% ഡിജിറ്റൽ സാക്ഷരതാ നേട്ടവും കൊച്ചി വാട്ടർ മെട്രോയും. കഴിഞ്ഞ 2 വർഷവും കേരളത്തിൻ്റെ നിശ്ചല ദൃശ്യം നിരസിക്കപ്പെട്ടിരുന്നു കേട്ടോ. ഓക്കെ. അപ്പം ഡൽഹിയിൽ നടന്ന 2026 റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളം അവതരിപ്പിച്ച നിശ്ചല ദൃശ്യത്തിൻ്റെ പ്രമേയം എന്തായിരുന്നു? 100% ഡിജിറ്റൽ സാക്ഷരതാ നേട്ടവും കൊച്ചി വാട്ടർ മെട്രോയും. UAEയിൽ പ്രായപൂർത്തിയാകുന്ന വ്യക്തികളുടെ വയസ്സ് 21 നിന്ന് എത്രയായാണ് കുറച്ചത്? 18. UAEയിൽ പ്രായപൂർത്തിയാകുന്ന വ്യക്തികളുടെ വയസ്സ് 21 നിന്ന് എത്രയായിട്ടാണ് കുറച്ചത്? 18. ഹിമാചൽ പ്രദേശിലെ മാണ്ഡി ജില്ലയിലെ തുമ്മൻ ഗ്രാമം അടുത്തിടെ ശ്രദ്ധ നേടിയത് എങ്ങനെയാണ്? 78 വർഷത്തിന് ശേഷം ആദ്യമായി ബസ് സർവീസ് ആരംഭിച്ചതിലൂടെ. ഹിമാചൽ പ്രദേശിലെ മാണ്ഡി ജില്ലയിലെ തുമ്മൻ ഗ്രാമം അടുത്തിടെ ശ്രദ്ധ നേടിയത് എങ്ങനെയാണ്? 78 വർഷത്തിന് ശേഷം ആദ്യമായി ബസ് സർവീസ് ആരംഭിച്ചതിലൂടെ. ന്യൂയോർക്ക് നഗരത്തിലെ എത്രാമത്തെ മേയറായാണ് സൊഹ്റാൻ മംദാനി ചുമതലയേറ്റത്? 112. ന്യൂയോർക്ക് നഗരത്തിലെ എത്രാമത്തെ മേയറായാണ് സൊഹ്റാൻ മംദാനി ചുമതലയേറ്റത്? 112. US-ലെ ഏറ്റവും വലിയ നഗരത്തിലെ ആദ്യത്തെ മുസ്ലിം മേയറാണ് ഇന്ത്യൻ വംശജനായ മംദാനി. ഈ പദവി വഹിക്കുന്ന ആദ്യ ഇന്ത്യൻ വംശജൻ കൂടിയാണ്. 4 വർഷമാണ് കാലാവധി. ചലച്ചിത്ര സംവിധായിക മീര നായരുടെയും കൊളംബിയ സർവകലാശാല അധ്യാപകൻ മഹ്മൂദ് മംദാനിയുടെയും മകനാണ്. യുഗാണ്ടയിൽ ജനിച്ച മംദാനി 7ാം വയസ്സിലാണ് കുടുംബത്തോടൊപ്പം ന്യൂയോർക്കിലേക്ക് കുടിയേറിയത്. ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയായാണ് മത്സരിച്ച് ജയിച്ചത്. അപ്പം ന്യൂയോർക്ക് നഗരത്തിൻ്റെ എത്രാമത്തെ മേയറായാണ് സൊഹ്റാൻ മംദാനി ചുമതലയേറ്റത്? 112. അപ്പം ന്യൂയോർക്ക് നഗരത്തിൻ്റെ ഇപ്പോഴത്തെ മേയർ ആരാണ്? സൊഹ്റാൻ മംദാനി. ഇന്ത്യൻ വംശജനാണ്. അതുപോലെ ചലച്ചിത്ര സംവിധായിക മീര നായരുടെ മകനാണ്. ഓക്കെ. ജനുവരി 6 അന്തരിച്ച ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ മുൻ പ്രസിഡന്റ് കൂടിയായ മുൻ കേന്ദ്രമന്ത്രി സുരേഷ് കൽമാഡി 1995-96 കാലത്ത് PV നരസിംഹറാവു മന്ത്രിസഭയിൽ കേന്ദ്ര റെയിൽവേ സഹമന്ത്രിയായിരുന്നു. 2010 ഡൽഹി കോമൺവെൽത്ത് ഗെയിംസ് അഴിമതി കേസിൽ അറസ്റ്റിലായെങ്കിലും പിന്നീട് കുറ്റവിമുക്തനാക്കപ്പെട്ടു. ജനുവരി 6 അന്തരിച്ച ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ മുൻ പ്രസിഡന്റ് കൂടിയായ മുൻ കേന്ദ്രമന്ത്രി സുരേഷ് കൽമാഡി. 54 വർഷം തലയെടുപ്പോടെ കെനിയയുടെ അഭിമാനമായി നിലകൊണ്ട ആഫ്രിക്കൻ കൊമ്പൻ ചെരിഞ്ഞു. പേരേതാണ്? ക്രെയ്ഗ്. 54 വർഷം തലയെടുപ്പോടെ കെനിയയുടെ അഭിമാനമായി നിലകൊണ്ട ആഫ്രിക്കൻ കൊമ്പൻ ചെരിഞ്ഞു. പേര് ക്രെയ്ഗ്. ആധാറിൻ്റെ ഔദ്യോഗിക ചിഹ്നം രൂപകൽപ്പന ചെയ്ത് 1ാം സമ്മാനം നേടിയ മലയാളി അരുൺ ഗോകുൽ, തൃശൂർ. ഉദയാണ് സമ്മാനാർഹമായ ചിഹ്നം. ആധാർ സേവനങ്ങളെപ്പറ്റിയുള്ള ആശയവിനിമയം കൂടുതൽ ലളിതമാക്കുന്നതിനാണ് ഔദ്യോഗിക ചിഹ്ന മത്സരം നടന്നത്. അപ്പോൾ ആധാറിൻ്റെ ഔദ്യോഗിക ചിഹ്നം രൂപകൽപ്പന ചെയ്ത് 1ാം സ്ഥാനം നേടിയ മലയാളി ആരാണ്? അരുൺ ഗോകുൽ, തൃശ്ശൂരുകാരനാണ്. ആധാറിൻ്റെ ഔദ്യോഗിക ചിഹ്നം ഇപ്പോൾ എന്താണ്? ഉദയാണ് സമ്മാനാർഹമായ ചിഹ്നം. ആധാർ സേവനങ്ങളെ പറ്റിയുള്ള ആശയവിനിമയം കൂടുതൽ ലളിതമാക്കുന്നതിനാണ് ഔദ്യോഗിക ചിഹ്ന മത്സരം നടന്നത്. 2026 ജനുവരി 8 അന്തരിച്ച പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ 83 വയസ്സായിരുന്നേ. 2026 ജനുവരി 8 അന്തരിച്ച
പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഗാഡ്ഗിൽ. അപ്പോൾ ആ ഡേറ്റും കൂടി ഒന്ന് ഓർത്ത് വെച്ചോ കേട്ടോ. മാധവ് ഗാഡ്ഗിൽ അന്തരിച്ച എന്നാണ് 2026 ജനുവരി 8. ഇപ്പോൾ PSC ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ 2026 ജനുവരി 8 അന്തരിച്ച പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ആരാണ്? മാധവ് ഗാഡ്ഗിൽ. 83 വയസ്സായിരുന്നു. 1942 മെയ് 24 പൂനെയിൽ ജനിച്ചു. 2010 പശ്ചിമഘട്ട സംരക്ഷണത്തിന് മാർഗനിർദ്ദേശം നൽകാൻ രൂപവൽക്കരിച്ച സമിതിയുടെ അധ്യക്ഷനായി. പശ്ചിമഘട്ടത്തിലെ 64% പ്രദേശവും പരിസ്ഥിതി ലോലമാണെന്ന് കാട്ടി 2011 സമിതി റിപ്പോർട്ട് നൽകി. ഇത് വലിയ എതിർപ്പ് സൃഷ്ടിച്ചതിനെ തുടർന്ന് 2012 കേന്ദ്ര സർക്കാർ ഡോക്ടർ കസ്തൂരി രംഗൻ സമിതിയെ നിയോഗിച്ചു. മേഖലയിലെ 34% പ്രദേശങ്ങൾ പരിസ്ഥിതി ലോലമാണെന്ന് കണക്കാക്കാനായിരുന്നു ശുപാർശ. പരിസ്ഥിതി മേഖല സംബന്ധിച്ച സമവായം ഉണ്ടാകാത്തതിനാൽ അന്തിമ വിജ്ഞാപനം ഇനി ഇറങ്ങിയില്ല. ഗാഡ്ഗിലിന് 1981 പത്മശ്രീയും 2006 പത്മഭൂഷണും ലഭിച്ചു. 2024 പരിസ്ഥിതി മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് ഐക്യരാഷ്ട്രസഭ നൽകുന്ന പരമോന്നത ബഹുമതിയായ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരവും ലഭിച്ചു. എ വോക്ക് അപ്പ് ദ ഹിൽ ലിവിങ് വിത്ത് പീപ്പിൾ ആൻഡ് നേച്ചർ ആത്മകഥയാണ് US. ഓക്കെ, അപ്പോൾ ഇതാണ് 2026 ജനുവരി 8 അന്തരിച്ച പ്രമുഖ പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ആരാണ്? മാധവ് ഗാഡ്ഗിൽ. 1942 മെയ് 24 പൂനെയിൽ ജനിച്ചു. 2010 പശ്ചിമഘട്ട സംരക്ഷണത്തിന് മാർഗനിർദ്ദേശം നൽകാൻ രൂപവൽക്കരിച്ച സമിതിയുടെ അധ്യക്ഷനായി. പശ്ചിമഘട്ട മേഖലയിലെ 64% പ്രദേശവും പരിസ്ഥിതി ലോലമാണെന്ന് കാട്ടി 2011 സമിതി റിപ്പോർട്ട് നൽകി. ഇത് വലിയ എതിർപ്പ് സൃഷ്ടിച്ചതിനെ തുടർന്ന് 2012 കേന്ദ്ര സർക്കാർ ഡോക്ടർ കസ്തൂരി രംഗൻ സമിതിയെ നിയോഗിച്ചു. മേഖലയിലെ 34% പ്രദേശങ്ങൾ പരിസ്ഥിതി ലോലമെന്ന് കണക്കാക്കിയായിരുന്നു ശുപാർശ. പരിസ്ഥിതി മേഖലയെ സംബന്ധിച്ച് സമവായം ഉണ്ടാകാത്തതിനാൽ അന്തിമ വിജ്ഞാപനം ഇനിയും ഇറങ്ങിയില്ല. ഗാഡ്ഗിലിന് 1981 പത്മശ്രീയും 2006 പത്മഭൂഷണും ലഭിച്ചു. 2024 പരിസ്ഥിതി മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് ഐക്യരാഷ്ട്രസഭ നൽകുന്ന പരമോന്നത ബഹുമതിയായ ചാമ്പ്യൻസ് ഓഫ് ദി എർത്ത് പുരസ്കാരവും ലഭിച്ചു. എ വോക്ക് അപ്പ് ദ ഹിൽ ലിവിങ് വിത്ത് ദ പീപ്പിൾ ആൻഡ് നേച്ചർ ആത്മകഥയാണ്. ഗാഡ്ഗിലിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നന്നായിട്ട് പഠിച്ചോ കേട്ടോ, ചോദിക്കാൻ സാധ്യതയുണ്ട്. എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, എല്ലാം ഇമ്പോർട്ടൻ്റാണ്. എവിടുന്ന് വേണേലും ചോദ്യങ്ങൾ വരാം. ഓക്കെ, അപ്പോൾ അരുൺ ഗോകുൽ രൂപകൽപ്പന ചെയ്ത ആധാറിൻ്റെ പുതിയ ചിഹ്നം ഇതാണ് കേട്ടോ. ഇതാണ് ആധാറിൻ്റെ പുതിയ ചിഹ്നം. എന്താണ്? ഉദയ്. ഉദയ് എന്ന് പറയുന്ന ആ ചിഹ്നം ഇതാണ്. ഒരു പയ്യൻ ഇങ്ങനെ ഹായ് ഒക്കെ പറഞ്ഞ് നിൽക്കുന്ന ഈ ഒരു ചിഹ്നം കേട്ടോ. ഒരു പയ്യൻ ഹായ് ഒക്കെ പറയുന്നുണ്ട്. പിന്നെന്താണ്? ദേശീയ പതാക അതിങ്ങനെ കഴുത്തേൽ ടൈ പോലെ കെട്ടിയിട്ടുണ്ടല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് ആധാറിൻ്റെ സിമ്പലായ ഉദയ് കേട്ടോ. അതായത് നമ്മുടെ കേരളീയനായ അരുൺ ഗോകുൽ, തൃശ്ശൂരുകാരനായ അരുൺ ഗോകുൽ രൂപകൽപ്പന ചെയ്ത ആധാറിൻ്റെ ചിഹ്നമായ ഉദയ് ആണ് ഈ കാണുന്നത് കേട്ടോ. ഓർത്ത് വെച്ചോണം, ആധാറിൻ്റെ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് കേരളത്തിലെ തൃശ്ശൂരുകാരനായ അരുൺ ഗോകുൽ. ചിഹ്നം എന്താണ്? ചിഹ്നത്തിൻ്റെ പേരെന്താ? ഉദയ്. US അന്തരിച്ച റിച്ചാർഡ് സ്മോൾ വുഡ് ഏത് നിലയിൽ അറിയപ്പെട്ട വ്യക്തിയാണ്? സുവിശേഷ ഗായകൻ. US അന്തരിച്ച റിച്ചാർഡ് സ്മോൾ വുഡ് ഏത് നിലയിൽ അറിയപ്പെട്ട വ്യക്തിയാണ്? സുവിശേഷ ഗായകൻ. ബംഗ്ലാദേശ് തിരഞ്ഞെടുപ്പിൽ BNPക്ക് വിജയം. ഭരണവിരുദ്ധ പ്രക്ഷോഭങ്ങൾക്കും കലാപങ്ങൾക്കും ശേഷം ബംഗ്ലാദേശിൽ നടന്ന പൊതു തിരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ പാർട്ടിയായ ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി 3/2 ഭൂരിപക്ഷത്തോടെ വൻ വിജയം നേടി. താരിഫ് റഹ്മാനാണ് പാർട്ടി നേതാവ്. 299 സീറ്റുകളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. ഇതിൽ ഫലം വന്ന 297 സീറ്റിൽ 209 എണ്ണത്തിൽ BNP വിജയിച്ചു. ജമാഅത്ത ഇസ്ലാമി സഖ്യം 68 സീറ്റ് നേടി. 15 വർഷം തുടർച്ചയായി ഭരിച്ച ഹസീനയുടെ അവാമി ലീഗിന് തിരഞ്ഞെടുപ്പ് വിലക്ക് മൂലം മത്സരിക്കാൻ സാധിച്ചില്ല. ഓക്കെ, 15 വർഷം അവിടെ തുടർച്ചയായി ഭരിച്ചതാരായിരുന്നു? ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീന. ഹസീനയുടെ പാർട്ടി ഏതായിരുന്നു? അവാമി ലീഗായിരുന്നു. അതിന് അവാമി ലീഗിന് തിരഞ്ഞെടുപ്പ് വിലക്ക് മൂലം മത്സരിക്കാൻ സാധിച്ചില്ല. അപ്പം ബംഗ്ലാദേശ് തിരഞ്ഞെടുപ്പിൽ ആർക്കാണ് വിജയം? BNPക്ക്. കടൽക്ഷോഭം സവിശേഷ ദുരന്തം.
വേലിയേറ്റ വേലിയിറക്ക സമയങ്ങളിൽ ഉണ്ടാകുന്ന കടൽക്ഷോഭത്തെ കേരള സർക്കാർ സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചു. വേലിയേറ്റ രേഖയും കടന്ന് കരയിലേക്ക് തിരമാലകൾ കയറുന്നത് മൂലം ഉണ്ടാകുന്ന വെള്ളപ്പൊക്കത്തിൽ ജീവനും സ്വത്തിനും ജീവനോപാധികൾക്കും ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ ഇനി സംസ്ഥാന സവിശേഷ ദുരന്തമായിരിക്കും. സവിശേഷ ദുരന്തം കേട്ടോ, അതങ്ങനെ ആദ്യമായിട്ടാണല്ലോ കേൾക്കുന്നത്. എന്താണ് കടൽക്ഷോഭം എന്താണ് സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചു. കടൽക്ഷോഭം സവിശേഷ ദുരന്തം, അത് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണേ. കടൽക്ഷോഭം സവിശേഷ ദുരന്തം. കടൽക്ഷോഭം, ചുഴലിക്കാറ്റ് തുടങ്ങിയ സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന കടലാക്രമണങ്ങൾ മാത്രമായിരുന്നു മുൻപ് സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചിരുന്നത് കേട്ടോ. കടൽക്ഷോഭം, ചുഴലിക്കാറ്റ് തുടങ്ങിയ സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന കടലാക്രമണങ്ങൾ മാത്രമായിരുന്നു മുമ്പ് സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചിരുന്നത്. മാനദണ്ഡങ്ങൾ പ്രകാരം സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നാണ് തുക അനുവദിക്കുക. അപ്പോൾ കടൽക്ഷോഭം സവിശേഷ ദുരന്തം. വേലിയിറക്ക സമയങ്ങളിൽ ഉണ്ടാകാവുന്ന കടൽക്ഷോഭത്തെ കേരള സർക്കാർ സവിശേഷ ദുരന്തമായി പ്രഖ്യാപിച്ചു. വേലിയേറ്റ രേഖയും കടന്ന് കരയിലേക്ക് തിരമാലകൾ കയറുന്നത് മൂലമുണ്ടാകുന്ന വെള്ളപ്പൊക്കത്തിൽ ജീവനും സ്വത്തിനും ജീവനോപാധികൾക്കും ഉണ്ടാകുന്ന നാശനഷ്ടങ്ങൾ ഇനി സംസ്ഥാന സവിശേഷ ദുരന്തമായിരിക്കും. ഇന്ത്യയിലെ ആദ്യ മെനാപ്പോസ് ക്ലിനിക്ക്. ആർത്തവ വിരാമ സമയത്ത് സ്ത്രീകൾ നേരിടുന്ന ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ മഹാരാഷ്ട്ര സർക്കാർ ആരംഭിച്ച മെനാപ്പോസ് ക്ലിനിക്കുകൾ പ്രവർത്തനം ആരംഭിച്ചു. രാജ്യത്ത് ആദ്യമായാണ് ഇത്തരത്തിലൊരു സംവിധാനം നിലവിൽ വരുന്നത്. ആർത്തവ വിരാമ ഘട്ടത്തിൽ ആവശ്യമായ എല്ലാ ചികിത്സകളും പരിശോധനകളും ഒരു കുടക്കീഴിൽ കൊണ്ടുവരിക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ചികിത്സകൾ സൗജന്യമായിരിക്കും, കൂടാതെ ആവശ്യമായ മരുന്നുകളും ഇത്തരം ക്ലിനിക്കുകളിൽ ലഭിക്കും. ഇന്ത്യയിലെ ആദ്യത്തെ മെനാപ്പോസ് ക്ലിനിക്ക്. എന്താണ് ആർത്തവ വിരാമ സമയത്ത് സ്ത്രീകൾ നേരിടുന്ന ശാരീരികവും മാനസികവുമായ ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കാണുക എന്ന ലക്ഷ്യത്തോടെ മഹാരാഷ്ട്ര സർക്കാർ ആരംഭിച്ച മെനാപ്പോസ് ക്ലിനിക്കുകൾ പ്രവർത്തനം ആരംഭിച്ചു. മണിപ്പൂരിൽ ഖേംചന്ദ് സർക്കാർ അധികാരത്തിൽ. മണിപ്പൂരിലാണ് ഖേംചന്ദ് സർക്കാർ കേട്ടോ. വംശീയ കലാപത്തെ തുടർന്ന് 1 വർഷത്തോളമായി രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തിയിരുന്ന മണിപ്പൂരിൽ പുതിയ സർക്കാർ ചുമതലയേറ്റു. BJP നിയമസഭാ കക്ഷി നേതാവായ നാം ഖേംചന്ദാണ് മുഖ്യമന്ത്രി. അപ്പം മണിപ്പൂരിലെ പുതിയ മുഖ്യമന്ത്രി ആരാണ്? ഖേംചന്ദ്. കുക്കി വിഭാഗത്തിൽ നിന്ന് മുഖ്യമന്ത്രിയാകുന്ന ആദ്യ വ്യക്തി കൂടിയാണ് ഖേംചന്ദ്. നെംച കിംജൻ, ലോസി ഖീദോ എന്നിവരാണ് ഉപമുഖ്യമന്ത്രിമാർ. മണിപ്പൂരിലെ ഉപമുഖ്യമന്ത്രിമാരാണ് നെംച കിംജൻ, ലോസി ദിഖോ. വംശീയ കലാപത്തെ തുടർന്ന് 2025 ഫെബ്രുവരി 9 മുഖ്യമന്ത്രിയായിരുന്ന N. ബീരേൻ സിംഗ് രാജിവെച്ചത്. തുടർന്ന് ഫെബ്രുവരി 13 മുതൽ സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുകയായിരുന്നു. എന്നാൽ നിയമസഭ പിരിച്ചുവിട്ടിരുന്നില്ല. അപ്പം മണിപ്പൂരിൽ ഖേംചന്ദ് സർക്കാർ അധികാരത്തിൽ വന്നു. മണിപ്പൂരിലെ അപ്പം രാഷ്ട്രപതി ഭരണം 1 വർഷത്തോളമായിട്ട് ഈ രാഷ്ട്രപതി ഭരണമായിരുന്നു മണിപ്പൂരിൽ. അത് കഴിഞ്ഞ് ഇപ്പോൾ പുതിയ സർക്കാർ ചുമതലയേറ്റു. ആരാണ്? BJP നിയമസഭാ കക്ഷി നേതാവായ നാം ഖേംചന്ദാണ് മുഖ്യമന്ത്രി. കുക്കി വിഭാഗത്തിൽ നിന്ന് മുഖ്യമന്ത്രിയാകുന്ന ആദ്യ വ്യക്തി കൂടിയാണ് ഖേംചന്ദ്. നെംച കിംജൻ, ലോസി ദിഖോ എന്നിവരാണ് ഉപമുഖ്യമന്ത്രിമാർ. അപ്പം മണിപ്പൂരിലെ മുഖ്യമന്ത്രി ഇപ്പം നിലവിലാരാണ്? ഖേംചന്ദാണ്. മണിപ്പൂർ മുഖ്യമന്ത്രി നിലവിൽ ഖേംചന്ദാണ്. ഉപമുഖ്യമന്ത്രിമാർ, മണിപ്പൂരിലെ ഉപമുഖ്യമന്ത്രിമാർ 2 പേരുണ്ട്. ആരൊക്കെയാണ്? നെംച കിംജൻ, ലോസി ഖീദോ. ഓക്കെ. അസമിൽ പെട്ടെന്ന് വിമാനമിറക്കാൻ സംവിധാനം. വിമാനങ്ങൾക്ക് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ആദ്യ എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റി അസമിലെ ദീബ്രുഗഡിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ദീബ്രുഗഡിലെ മൊറാൻ ദേശീയപാതയിൽ സൈനിക ആവശ്യങ്ങൾക്കും മറ്റും അടിയന്തര സാഹചര്യങ്ങൾക്കുമായി വിമാനങ്ങൾക്ക് ഇറങ്ങാനും പറന്നുയരാനുമായി സാധിക്കുന്ന രീതിയിൽ 4.2 കിലോമീറ്റർ ദൂരത്തിലാണ് ലാൻഡിംഗ് സംവിധാനം ഏർപ്പെടുത്തിയത്. ചൈനീസ് ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് അതീവ തന്ത്രപ്രധാന മേഖലയിലാണിത്. ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലെ ദേശീയപാതകളിലാണ് എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റി നിലവിൽ ഉള്ളത്. അപ്പോൾ എന്താണ്? അസമിൽ പെട്ടെന്ന് വിമാനമിറക്കാൻ സംവിധാനം. വിമാനങ്ങൾക്ക് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ആദ്യ എമർജൻസി ലാൻഡിംഗ് ഫെസിലിറ്റി അസമിലെ ദീബ്രുഗഡിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. കിഴക്കൻ നാഗാലാൻഡിന് പ്രത്യേക അധികാരം. കിഴക്കൻ നാഗാലാൻഡിന് പ്രത്യേക അധികാരം നൽകുന്ന കരാറിൽ കേന്ദ്ര സർക്കാരും നാഗാലാൻഡ് സർക്കാരും ഈസ്റ്റേൺ നാഗാലാൻഡ് പീപ്പിൾസ് ഓർഗനൈസേഷനും ഒപ്പുവെച്ചു. കരാർ പ്രകാരം ടൂവൻസാങ്, മോൺ, കിഫർ, ലോങ് ഫ്ലേക്ക്, നൊക്ലാഷ്, ഷാമേറ്റർ എന്നീ 6 ജില്ലകൾ ഉൾപ്പെടുത്തി ഫ്രണ്ടിയർ നാഗാലാൻഡ്
ടെറിട്ടോറിയൽ അതോറിറ്റി രൂപവൽക്കരിക്കും. ഇതിന് 46 വിഷയങ്ങളിൽ ഭരണാധികാരം നൽകുകയും ചെയ്യും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും മുഖ്യമന്ത്രി നെഫിയു റിയോവിൻ്റെയും സാന്നിധ്യത്തിലാണ് കരാർ ഒപ്പുവെച്ചത്. അപ്പോൾ എന്താണ്? കിഴക്കൻ നാഗാലാൻഡിന് പ്രത്യേക അധികാരം. ഓക്കെ, അപ്പോൾ കിഴക്കൻ നാഗാലാൻഡിന് പ്രത്യേക അധികാരം നൽകുന്ന കരാറിൽ കേന്ദ്ര സർക്കാരും നാഗാലാൻഡ് സർക്കാരും ഈസ്റ്റേൺ നാഗാലാൻഡ് പീപ്പിൾസ് ഓർഗനൈസേഷനും ഒപ്പുവെച്ചു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി നിലവിലാരാണ്? അമിത്ഷായാണ്. അതുപോലെ നാഗാലാൻഡ് മുഖ്യമന്ത്രി നിലവിലാരാണ്? നെഫി റിയോവ്. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. കമൻറ്റ് ബോക്സിലുള്ള 2 ചോദ്യങ്ങൾക്ക് ഇത് മുഴുവൻ പഠിച്ചിട്ട് ഉത്തരം കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു. പിന്നെ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ ഹൈപ്പ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഹൈപ്പ് ഒന്ന് ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.